ഖുർആൻ അല്ലാഹു ഇറക്കി തന്നിട്ട് ഈ ഗ്രന്ഥം വായിച്ചു പഠിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു പറഞ്ഞില്ല. പടച്ച റബ്ബേ, ആ വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാറ് തൗറാത്തും ഇഞ്ചീലും സബൂറും. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ, ഈ ഖുർആൻ അനുസരിച്ച് കൊണ്ട്, ഈ കിതാബുകൾ അനുസരിച്ച് കൊണ്ട് ഒരു മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തരാനല്ല, പഠിപ്പിച്ചു തരാനല്ല, സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നതിന് വേണ്ടി 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങൾ അല്ലാഹു ലോകത്തേക്ക് ഇറക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കി തന്നിട്ട് ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ, കാണിച്ചു തരാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമുക്ക് പ്രവാചകനാക്കി തെരഞ്ഞെടുത്തു തന്നല്ലോ. ആ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ഖുർആൻ പറയുന്ന ജീവിതം എങ്ങനെയാണ്, അല്ലാഹുവിന്റെ ദീൻ പറയുന്ന ജീവിതം എങ്ങനെയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ജീവിതം കൊണ്ട് അവിടുന്ന് കാണിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിക്കുന്നു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു ആയിഷ? ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയില്ല, അതാ കൂടപ്പിറപ്പുകളോട് ചോദിച്ചാൽ എല്ലാം അറിയില്ല. പടച്ചവനെ, കൂട്ടുകാരോടും കുടുംബക്കാരോടും ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും